ഹലോ നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റേറ്റ് ലെവൽ എക്സാമിൽ വിന്നേഴ്സ് ആയിട്ടുള്ള ഓരോ ക്ലാസ്സിലെയും മിടുക്കന്മാരുടെയും മിടുക്കുകളുടെയും കൂടെയാണ് ഇന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് അവരെങ്ങനെയാണ് എക്സാമിന് പഠിച്ചത്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ടോപ്പേഴ്സ് ആയത് എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. ആദ്യം ഫിഫ്ത്തിലെ ടോപ്പർ പേരെന്താണ്? അയാൻ മുഹമ്മദ് ഇക്ബാൽ. ഏത് സ്കൂളിലാണ്? ഓക്സ്ഫോർഡ് സ്കൂൾ, കാലിക്കറ്റ് ഓക്സ്ഫോർഡ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ്? 4 5 എക്സാം എഴുതിയത്. അങ്ങനെ പല എക്സാമും 5 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വന്ന് 5 എഴുതിയിട്ട് 5ാം ക്ലാസ്സിലോട് മത്സരിച്ച് 1ാം സ്ഥാനം നേടാണ്. നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലുണ്ടോ? അപ്പോൾ ഏത് ക്ലാസ്സാണ് ചെയ്യുന്നത്? 6th ചെയ്യുന്നത്. 6th കോഴ്സ് 4 ചെയ്യുന്ന അയാൻ 5ാം ക്ലാസ്സിലാണ് എക്സാം റാങ്ക് 1 നേടിയിട്ടുള്ളത്. അടുത്ത ആള് മിഹ്റാൻ. ഏത് ക്ലാസ്സിലാണ്? 6th. ഏത് സ്കൂളിലാണ്? സെന്റ് ഫ്രാൻസിസ് സ്കൂൾ, പാലയൂർ, തൃശ്ശൂരാണ് അല്ലേ? തൃശ്ശൂരാണ്. ഓക്കെ. അപ്പോൾ 7th ആളോട് നോക്കാം. 7th ആള് അഭിജിത്ത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കെ സ്കൂൾ മാന്നാനത്ത് നിന്നാണ് അഭിജിത്ത് വന്നിട്ടുള്ളത്. അഭിജിത്ത് ഫൗണ്ടേഷൻ പ്രോഗ്രാമിലുണ്ട് അല്ലേ? ഏത് ക്ലാസ്സാണ് ചെയ്യുന്നത്? 9th ക്ലാസ്. 7th തന്നെ 9th ചെയ്യുന്ന ഒരു മിടുക്കനെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം 9th വിന്നർ. എൻ്റെ പേര് പാർവണ പ്രശാന്ത്. ഐ എം സ്റ്റഡിയിങ് ഇൻ സരസ്വതി വിദ്യാമന്ദിർ നന്മണ്ട സരസ്വതി വിദ്യാമന്ദിറിൽ പഠിക്കുന്ന പാർവണയാണ് 9ാം ക്ലാസ്സിലെ ടോപ്പർ ആയിട്ടുള്ളത്. 10th ടോപ്പർ ഞാൻ തീർത്ത കോട്ടൂർ. എൻ്റെ വീടിനടുത്താണ്. ഞാൻ കോട്ടക്കൽ സ്വദേശിയാണ്. കോട്ടക്കൽ തന്നെയാണ് തീർത്തയുള്ളത്. അപ്പോൾ തീർത്തയാണ് 10th ടോപ്പറായിട്ട് വന്നിട്ടുള്ളത്. അത് നമുക്ക് തീർത്തയോടൊരു കാര്യം ചോദിക്കാം. എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തത്? ഞാൻ കുറേ വീഡിയോസ് കണ്ടു, കുറേ വീഡിയോസ് ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ പല എക്സാമിനും അവരൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവല്ലോ, അതൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കി. എങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് കിട്ടിയത്? എവിടെന്നാ കിട്ടിയത്? ഫസ്റ്റ് ഗൂഗിൾ ഉണ്ടാവില്ലേ, പിന്നെ കുറെ ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് തെറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവും, പിന്നെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ ഓരോ വട്ടം ക്വസ്റ്റ്യൻസ് തെറ്റുമ്പോഴും നമുക്ക് ഓരോരോ പുതിയ കാര്യങ്ങളാണല്ലോ പഠിക്കുന്നത്. അങ്ങനെയൊക്കെ. ഓക്കെ. നമ്മുടെ ഫൗണ്ടേഷൻ മെറ്റീരിയലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എത്രത്തോളം? നന്നായിട്ട്. നമ്മുടെ എക്സ്&വൈൻ്റെ ഫൗണ്ടേഷൻ മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഭയങ്കര ക്വാളിറ്റിയുള്ള ബുക്സ് ആണല്ലോ. അപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ 10th കൂടെ ഇങ്ങനൊരു എക്സാം ഒക്കെ എഴുതുമ്പോൾ ലൈക്ക് ഡു യു ഫീൽ എനി പ്രഷർ, ലൈക്ക് ഒരു 10th എക്സാം, ബോർഡ് എക്സാം ഒക്കെ വരാനിരിക്കാണല്ലോ? അത് നമ്മൾ മാനേജ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. മാനേജ് ചെയ്യണം. ഇപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ എടുക്കേണ്ട പ്രശ്നം. എന്താണ് പാർവണിക്ക് പറയാനുള്ളത്? എന്താണ് പാർവണി ഒരു ഡ്രീം എന്നുള്ളത്, ഫ്യൂച്ചർ ഡ്രീം എന്താണ്? എനിക്കിപ്പോൾ IIT-യിൽ ഒരു മാത്തമാറ്റിക്സിൽ ഹയർ കോഴ്സ് എടുത്തിട്ട് ഒരു മാത്തമാറ്റീഷ്യൻ ആവണമെന്നാണ് എൻ്റെ ഒരു ഡ്രീം. മാത്സ് ആണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ മാത്സിൽ കുറച്ച് വീക്കാണ്. ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. മാത്സിൽ വീക്കാണ്. എന്നാലും മാത്സിനോട് അത്ര താല്പര്യം? അതാ ഓരോരോ താല്പര്യമാണ്. എനിക്ക് നമ്പേഴ്സ് മെമ്മറൈസ് ചെയ്യാൻ വളരെ ഒരു ഇഷ്ടമാണ്. എല്ലാ നമ്പേഴ്സും ഇങ്ങനെ കണ്ടാലും ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് വെച്ച് പോകും. അതുകൊണ്ട് തന്നെ മാത്സിനോടാണ് താല്പര്യം കൂടുതൽ. ഈ എക്സാമിന് വേണ്ടി എങ്ങനെയൊക്കെയാണ് പറഞ്ഞ് പ്രിപ്പയർ ചെയ്തത്? ഞാൻ എക്സ്&വൈൻ്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് പഠിച്ചത്. പ്രത്യേകിച്ച് ലെവൽ 3 കോൺസെൻട്രേറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻസ് ഇന്നത്തെ എക്സാമിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് നല്ല ടഫായിരുന്നു. എനിക്കത് ആണ് ഇഷ്ടം. കാരണം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് പിന്നെ അത് ഓർമ്മ ഉണ്ടാവുന്നില്ല. പക്ഷെ ഓരോ ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ വീണ്ടും നന്നായിട്ട് ഓർമ്മ വരും. പിന്നെ ഒരു എക്സാമിന് അതേ മോഡൽ വന്നാൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ തെറ്റണം, കൂടുതൽ അങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ വരണം എന്നുള്ളതാണ് പാർവണിയുടെ ആഗ്രഹം എന്നുള്ളത്. നമുക്ക് അഭിജിത്തിൻ്റെ അടുത്ത് പോകാം. അഭിജിത്ത് മാന്നാരത്ത് നിന്ന്, എറണാകുളത്ത് നിന്നാണ് അല്ലേ? വീട് എവിടെയാണ്? വീട് കോട്ടയം, ഏറ്റുമാനൂർ. എറണാകുളം റീജിയണിലെ വിന്നറാണ്. കോട്ടയത്ത് നിന്നാണ് ഇന്ന് ആക്ച്വലി കോഴിക്കോട് എത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് അഭിജിത്ത് പഠിക്കുന്നത്? എക്സ്&വൈയുടെ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തു. ലെവൽ 3 ആണ് ഫോക്കസ് ചെയ്തത്. വേറെ വലുതായിട്ടൊന്നുമില്ല. എങ്ങനെയുണ്ട്? എന്താണ് അഭിജിത്തിന്റെ ഒരു ഡ്രീം? എന്തെങ്കിലും ഇപ്പൊ ഒരു അംബീഷൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. IIT പോകണമെന്നുണ്ട്. ഏത് സബ്ജക്റ്റ് ആണ് ഏറ്റവും ഇഷ്ടം? മാത്തമാറ്റിക്സ് ആണ് ഇഷ്ടം. അപ്പോൾ മാത്തമാറ്റിക്സ് തന്നെ ഇഷ്ടമുള്ള മിടുക്കനാണ് അഭിജിത്ത്. ഈ 7th 9th ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ എന്താ അഭിജിത്തിന് തോന്നുന്നത്? കുഴപ്പമില്ല, എളുപ്പമാണ്. പക്ഷേ ഇച്ചിരി പഠിക്കാൻ ടഫാണ്. ബട്ട് യു ആർ ഏബിൾ ടു മാനേജ്. സമയം മാനേജ് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്. എന്താ സമയം മാനേജ് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും ഒരു ടെക്നിക്കോ എന്തെങ്കിലും ടിപ്പ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷേ സ്കൂളിലെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, എക്സാമിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ. ഓക്കെ.
ഫൈൻ. മിഹ്റാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? എന്താണ് സ്കൂളിലൊക്കെ വിശേഷം? സ്കൂളിലൊക്കെ ടോപ്പ് തന്നെ, ചില സമയത്തൊന്ന് അടിക്കാറുണ്ട്. അടിക്കാവോ? അതെന്താ, ഏത് സമയത്താണ് അടിക്കാവോ? തേർഡ് ടേം. തേർഡ് ടേമിൽ? അത് തേർഡ് ടേമിൽ എന്താ സംഭവിക്കുക? ഞങ്ങളുടെ സ്കൂളിൽ തേർഡ് ടേമിൽ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും പഠിക്കണം. അപ്പം അടിക്കാവോ? പക്ഷെ അത് എല്ലാവർക്കും പഠിക്കണ്ടേ? മിഹ്റാൻ മാത്രമാണോ? അല്ലേ, മടിയാണോ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം പഠിക്കാൻ? മടിയല്ല, പഠിക്കാൻ കുറച്ച് പണിയുണ്ട്. പഠിക്കാൻ കുറച്ച് പണിയുണ്ട്. ഓക്കെ. എന്താണ് മിഹ്റാൻ, എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടോ? എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? പൈലറ്റ് ആവാൻ. പൈലറ്റ് ആവണം. പൈലറ്റ് ആവാൻ എന്താ ചെയ്യാൻ പോകുന്നത് മിഹ്റാൻ? അതെനിക്ക് ഓർപ്പിച്ചിട്ടില്ല. ഓർപ്പിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും പൈലറ്റ് ആവണം അല്ലേ? എന്താ വിമാനത്തിനോട് ഇഷ്ടമാണോ? അവിടെ എത്തണമെന്നുണ്ട്. വിമാനം പറത്തണം എന്നുണ്ട്. ഓക്കെ. ആദ്യം സ്റ്റുഡൻറ് പൈലറ്റ് ലൈസൻസ് എടുക്കണം. ഓക്കെ, അത് നമുക്ക് +2 കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം. എങ്ങനെയുണ്ട് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒക്കെ? എങ്ങനെ പോകും? ഫൗണ്ടേഷൻ പ്രോഗ്രാം നല്ല കുറച്ചും കൂടി ഈസി ആക്കണ്ടല്ലോ എക്സാം. എല്ലാ എക്സാമും ഈസി ആക്കുന്നുണ്ട്. ആരാ മെൻറ്റർ? ആരാ മെൻറ്റർ? ഷാദിയ മാം. എങ്ങനെയുണ്ട് മെൻറ്റർഷിപ്പ് കാര്യങ്ങൾ? അടിപൊളി മെൻറ്റർ. എന്താ ചെയ്യാറുള്ളത്? ഷാദിയ മാം എങ്ങനെ ഇൻസ്പയർ ചെയ്യാറുള്ളത്? ഇൻസ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മോട്ടിവേറ്റ് ചെയ്യും എനിക്ക് വിഷമമുള്ള സമയത്തൊക്കെ. പിന്നെ എക്സാം തോറ്റാൽ കുഴപ്പമില്ല എന്ന് പറയും. തോൽക്കാറുണ്ടോ? ചില സമയത്തൊക്കെ തോക്കാറൊക്കെ ഉണ്ട്. തോൽക്കുക മീൻസ് തോൽക്കുകയാണോ അതല്ല ഫസ്റ്റ് നിന്ന് താഴോട്ട് വരികയാണോ? അതിനാണ് തോൽക്കാന്ന് മിഹ്റാൻ പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എന്താ ഷാദിയ മാം എന്താ പറയാറുള്ളത്? ഷാദിയ മാം അടുത്ത പ്രാവശ്യം ട്രൈ എന്ന് പറയാറുണ്ട്. പിന്നെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്യും. ഓക്കെ ഓക്കെ ഫൈൻ. നമുക്ക് അയാൻ്റെ അടുത്തോട്ട് പോവാം. റൈറ്റ്. അയാൻ, എങ്ങനെയുണ്ട് സ്കൂളൊക്കെ കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല. എന്താ ഈ 4th തന്നെ 5th എക്സാം എഴുതുന്നത്? എന്താ വേറെ 4th എക്സാം നടത്തണ്ടല്ലേ? നടത്താത്തതുകൊണ്ട് 5th വന്ന് എഴുതുന്നു. എങ്ങനെയാ മാത്സ് പഠിക്കുന്നത്? ഫൗണ്ടേഷൻ പഠിക്കും. പിന്നെ ക്യൂമാത്തിന്റെ പ്രോഗ്രാം. ഓക്കെ. ഇപ്പൊ ഫൗണ്ടേഷൻ 6th ചെയ്യുമ്പോൾ എന്താ അയാൻ തോന്നുന്നത്? ടഫാണോ അത് ഈസി ആണോ? എന്താണ്? നോർമലാണ്. അതാണ്. അപ്പോൾ ഇത് സയൻസും മാത്സും ഒക്കെ നോർമലാണ്, ഒന്നും ഒരു കുഴപ്പമില്ല. എന്താ അയാൻ്റെ ഒരു ആഗ്രഹം, എന്താ ഡ്രീം? എന്താ? പ്രോഗ്രാമർ ആവണം. പ്രോഗ്രാമിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രോഗ്രാം ചെയ്യും? പൈത്തോൺ ചെയ്യും. പിന്നെ സ്ക്രാച്ച് ചെയ്ത് നിർത്തി. എന്താ നിർത്തിയത്? പറഞ്ഞ് നിർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അല്ലേ? സ്ക്രാച്ച് കുറെ ചെയ്തിട്ട്. എന്താണ് തീർച്ചയായിട്ടും ഡ്രീം എന്നുള്ളത്? എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഇനിയും അവള് പറഞ്ഞ പോലെ തന്നെ മാത്തമാറ്റിക്സ് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തന്നെ. ഓക്കെ. മാത്സിനോട് വളരെ ഇഷ്ടമാണ്. അതെന്താണെന്നറിയില്ല, എന്തോ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മൾ അതിനല്ലേ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളൊരു മെന്റർഷിപ്പ് ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ എക്സാംവേലെ മെന്റർഷിപ്പ്? അല്ല, മെന്റർ ജാസിറ മാം ആണ്. ജാസിറ മാം ഇന്നിപ്പോ ഞാൻ NSMCക്ക് വരുന്നതിന്റെ മുന്നേ തന്നെ ഒരു 2 വട്ടം മെസ്സേജ് അയച്ചിരുന്നു. പിന്നെ ഞാൻ 9th നിന്നാണ് XNYയിൽ ജോയിൻ ചെയ്ത്. അപ്പോൾ എൻ്റെ 9th മെന്റർ ജിഫി മാം ആണ്. ജിഫി മാമും എനിക്ക് ഇന്ന് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ജിഫി മാം ആണെങ്കിലും ഓരോ വട്ടം സ്റ്റാറ്റസ് ഇടുമ്പോഴും ഒക്കെ അതിനൊക്കെ ഇങ്ങനെ റിപ്ലൈ ചെയ്യുക. അപ്പോൾ അവര് രണ്ടാളും എനിക്ക് ഇതുവരെ ഒരു ജോബായിട്ട് അതിനെ കൺസിഡർ ചെയ്തിട്ട് ചെയ്യുന്ന പോലെ തോന്നിയിട്ടില്ല. അത്രയും ഡെഡിക്കേഷൻ, ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ തന്നെയാണ് അവര്. മെന്റർഷിപ്പ് നല്ല അടിപൊളിയാണ്. മാത്സിൽ പഠിക്കാൻ തന്നെയാണ്, മാത്സ് തുടർന്ന് പഠിക്കാൻ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഒരുപാട് ഡ്രീംസ് ഉള്ള വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് ഇന്ന് എൻ്റെ കൂടെ ഇവിടെ കൂടിയിട്ടുള്ളത്. ഇവർ ഓരോരുത്തരുടെയും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ യുണീക്കായിട്ടുള്ള ആളുകളാണ്, വളരെ യുണീക്ക് കേപ്പബിലിറ്റീസ് ഉള്ള ആളുകളാണ്, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ലൈക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ് ഡ്രീംസ് ആണുള്ളത്. അവരെല്ലാവരും അവരുടെ ഡ്രീംസിൽ എത്തിപ്പെടും. അതിനെല്ലാവർക്കും അവരുടേതായിട്ടുള്ള വഴികൾ. ഒരു കോമൺ തീം എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും മാത്സ് അല്ലേ? എല്ലാവരും പറയുന്നത് മാത്സിനോട് എന്തോ വലിയൊരു ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. ജനറലി കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുന്ന ആളുകൾക്ക് മാത്സ് ആണ് പല ആളുകളുടെയും പ്രശ്നമായി മാറാറുള്ളത്. പക്ഷേ ടോപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും മാത്സിനോട് താല്പര്യമുള്ള ആളുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ ഇറ്റ് വാസ് എ ഗുഡ് ടൈം വിത്ത് യു ഓൾ ആൻഡ് വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഇൻ യുവർ ഫ്യൂച്ചർ. എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നിടത്തും നിങ്ങൾക്ക് ടോപ്പ് ആവാൻ സാധിക്കട്ടെ, ഏറ്റവും ബെസ്റ്റ് ആവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് അലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.